നിങ്ങളേവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഗാനമേള ഉടൻ തന്നെ വേദിയിൽ ആരംഭിക്കുകയാണ്. ഹലോ, ഗാനമേളക്കാരല്ലേ? ഞാൻ ക്ലബിന്റെ പ്രസിഡന്റാണ്. അപ്പം ഗാനമേള കറക്റ്റ് 9 മണിക്ക് തുടങ്ങിക്കോളി. കാരണം പരീക്ഷയുണ്ട് കുട്ടിയൊക്കെ. നല്ലൊരു 10-11 മണിയാകുമ്പോഴത്തെ നിർത്താലോ. ഭക്ഷണം കഴിച്ചോളി. കമ്മിറ്റി ഓഫീസിൽ പോയി ഭക്ഷണം കഴിക്കാം. എല്ലാവരും വിളിച്ചോളി. മക്കളെ, ഗാനമേളക്കാരൊക്കെ വന്നിട്ട് പരിപാടി തുടങ്ങാൻ ആദ്യം ഭക്ഷണം കഴിക്കി. എല്ലാവരും വിളിച്ചോളി. അതാരാ കിടന്ന് തുടങ്ങണേ? അത് ഗിറ്റാറാ. അത് ഗിറ്റാർ ആയാലും വേണ്ടില്ല, സത്താർ ആയാലും വേണ്ടില്ല, ടൈമിന് ഭക്ഷണം കഴിക്കും. വിളിച്ചോളി. എല്ലാവരും വിളിച്ചോളി. മ്യൂസിക്കിനെ പറ്റിയൊരു സെൻസ് ഇല്ലാത്തൊരു ചെറ്റ. അല്ല, നിങ്ങളല്ല. അല്ല, എന്നെ തന്നെയായിരിക്കും. കാരണം എല്ലാരും എന്നെ ചെറ്റാന്നാ വിളിക്കല്. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കല്. ഇപ്പൊ ആരാന്ന് എന്നെ പറ്റി മനസ്സിലാക്കി? എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രസിദ്ധ നിമിഷ കവിനെ പറ്റി കേട്ടില്ല? ആരാ? മൂക്കട്ട അബ്ബാസ്. എന്റെ മൂക്കുന്നല്ല, എന്റെ മൂക്കുന്ന ചെറുപ്പത്തിൽ വലിച്ചതാ മൂക്കട്ട അബ്ബാസ്. അബ്ബാസ് ഞാൻ താടി വീശി പഠിച്ച്. പിന്നെ എന്നെ കണ്ടാൽ അറിയാൻ വേണ്ടിട്ട്. കപ്പലല്ലേ? റേഡിയോ. ഞാൻ മരുന്ന് വെച്ചോടാ. അല്ല, നിങ്ങൾ പുതിയ പരിപാടി എന്താ? പുതിയ പരിപാടി ഞാനിപ്പം സിനിമ ഡയറക്റ്റ് ചെയ്തിട്ട് സംഗീതം. സിനിമ ചെയ്തു. ഇപ്പൊ അടുത്തൊരു പടം ചെയ്തു. ഓ, ഏതാ പടം? സൗജന്യ റേഷൻ. റേഷൻ വാങ്ങാനോ? അല്ല, സൗജന്യ റേഷൻ പടത്തിന്റെ പേര്. സിനിമയുടെ പേരോ? അതിൽ നിങ്ങൾ മ്യൂസിക് ചെയ്തോ? ഞാനാ മ്യൂസിക് ചെയ്ത് ഞാൻ തന്നെ പാടും ചെയ്തു. പടം ഓടിയോ? പടം ഓടിയില്ല. പക്ഷെ ഞാൻ ഓടി വെട്ടിയേച്ചു. എന്താ? സിനിമകളാരും എടുക്കണ്ടേ? സിനിമകൾ എന്ന് പറയാം അവിടെ വേണ്ട, അടുത്ത സിനിമകൾ കൊണ്ടുപോലും വേണ്ട. അതായത് ഞാൻ ഓടി കുറെ അത് മൂലയിലാക്കി. ആൽബത്തിന്റെ പരിപാടിയാക്കി. അതിന്റെ കാരണം ചിലപ്പോ ആൽബത്തിന് നമുക്ക് ഡിസ്ക് ഇല്ല. അല്ല, നമുക്ക് കാരണം അതിലൊരു നടീനും കൂട്ടുക, ഒരു ക്യാമറമാനും ഒരു നായകനും തന്നെയാണല്ലോ പൈസയും ചെലവാക്കുക. കാട്ടിലേക്ക് ഒരു പോക്കാ. അല്ല, പുതിയ ആൽബം ചെയ്തോ? 2 ഒന്ന് ഉഗ്ര, നല്ല പേരിലൊക്കെ. ടൈറ്റിൽ ആദ്യത്തെ ആൽബത്തിന്റെ പേര് തത്തമ്മേ തക്കാളി. കുഴപ്പമില്ല, നല്ല പേര്. അതിനെക്കാളും നല്ല പേരാ മറ്റേത്, വണ്ടിന് എന്തിനു ചുണ്ട്. വണ്ടിനെന്ത് ചുണ്ടോ? വണ്ടിന് എന്ത് ചുണ്ടല്ലേ, വണ്ടിന് എന്തിനു ചുണ്ട്. അയ്യോ, നിങ്ങൾ തന്നെ മ്യൂസിക് ചെയ്തില്ലേ? ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത്. ശരി, നിങ്ങൾ സമ്മതിക്കണ്ടോ? നിങ്ങൾ നിമിഷ കവി എന്ന് പറഞ്ഞാ പോലെ. ഇത് ആരോ ഇതൊക്കെ ചെയ്തൊന്നും ചോദിക്കാത്തത്. അത് ശരി, നിങ്ങൾ ആരാ ചെയ്ത്? ഇതാരാ ചെയ്ത്? ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആളെ അറിയില്ല? ഇല്ല. ഇവിടെ മുമ്പ് ബീച്ചിലൊക്കെ ഉപ്പിലിട്ട് നാരങ്ങി മാങ്ങിയും കറലിക്കൊക്കെ വിറ്റാർന്ന് എടുത്തില്ലേ ഞാൻ? കണ്ടംകൊളത്തെ റസാക്കല്ലേ ഇത് പ്രൊഡ്യൂസർ. അയ്യോ, അങ്ങനെ സമ്പാദ്യം എത്ര വലിയ. ഓൻ പിന്നെ സൗദിയിലേക്ക് പോയി കണ്ടമാനം പൈസ ഉണ്ടാക്കി. ഇവിടെ പൈസ ഉണ്ടായി ഇവിടെ വന്നേരം ഒരാളിനോട് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നോനെ വിലയിലാക്കി. ഓനോട് ഞാൻ പറഞ്ഞ ആൽബം നല്ല ലാഭമാണ്, ഇന്നൊരു ആൽബം എടുത്താൽ നാളെ പൈസ ഇങ്ങോട്ട്. പിന്നെ മറ്റേ വീക്ക്നെസ് ലാച്ചുണ്ടോ ആദ്യം പെണ്ണുങ്ങളെ 2 ആൽബം എടുത്ത് മുക്കിയില്ലേ. ഓൻ കൂട്ടും കറക്കച്ചവടം തുടങ്ങി ബീച്ചില്. മഹാഭാവൊക്കെ എവിടെ കൊണ്ട് അങ്ങനത്തെ ആരെങ്കിലും തയ്യാറായി നിൽക്കിട്ട് എന്റെ കരുത്തെ വെച്ചോ. അങ്ങോട്ടല്ല, അത് മുമ്പ് ഒരു ആൽബം എടുക്കാറില്ല, ഒരു 3000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആ പോയിക്ക് പോയില്ല. അവിടെ അതൊന്നും അറിയില്ല. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞു നിമിഷ കവി വയലാർ ദേവരാജൻ എന്ന പോലെ നിങ്ങൾ ഒരു പ്രത്യേക സ്റ്റൈലാണ്. വയലാർ കുഞ്ചൻ നമ്പ്യാര്, മൂക്കട്ട അബ്ബാസ്. വയലാറും കുഞ്ചൻ നമ്പ്യാരൊക്കെ എവിടെ കിടക്കുന്നത്? അവർ 2 സ്ഥലങ്ങളിലായിട്ടാണ്. വയലാറിലും ഞാൻ കോഴിക്കോട്, കുഞ്ചൻ നമ്പ്യാരും അവിടെ. അങ്ങനത്തെ ഒരു സ്ഥലത്തിന്റെ വ്യത്യാസം മാത്രം. അത് ശരി. നിങ്ങൾ പെട്ടെന്ന് സ്പോട്ടിൽ പാട്ടുണ്ടാക്കും? നിമിഷമായിട്ട് പാട്ട് ഒന്ന് ചെയ്യാൻ പറ്റും? അല്ല, ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇപ്പം പിന്നെ ഞാൻ വയലാറും ഞാനും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരാൾക്ക് സുഖമില്ല എന്ന് പ്രൊഡ്യൂസർ സിറ്റിവേസൻ നല്ല അക്ഷരസ്വ അങ്ങനത്തെ വിദ്യാഭ്യാസമായിട്ട് ആ സിറ്റിവേഷനിൽ റെഡി ആണെങ്കിൽ പാട്ട് ഉറപ്പാണ്. അപ്പൊ വയലാർ ഞാൻ ഇരിക്കും, ഒരാൾ വന്നാൽ സുഖമില്ല, കുടുംബത്തിന് സുഖമില്ല, സിറ്റുവേഷനായി. അപ്പൊ ഇറങ്ങി കണ്ണുനീർ മുത്തുമായി മനുഷ്യ, ഇത് വയലാർ ചെയ്ത പാട്ടല്ലേ? വയലാർ ചെയ്ത വെറും കക്കല. നിങ്ങള് ഞാൻ കട്ടതാണ് എനിക്ക് വലിയ പ്രശ്നം. ഇപ്പൊ ടൗണിൽ കളിക്കുന്ന 3 പുതിയ പടത്തിലും കട്ട പാട്ടുകളാണ്. ഏതോ ഒരു പാട്ടുണ്ട് ഇപ്പൊ പുതിയൊരു ഫേമസ് പടത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ,
അതല്ല അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. പാട്ട് അതേതാ പാട്ട്? കുയിലിനെ തേടി കുതിച്ചു പായും കൊപ്പായക്കാര. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ നല്ലൊരു ഹിറ്റ് പറഞ്ഞു മിന്നുങ്ങേ മിന്നും മിന്നേ അമ്മയൊക്കെ എന്നെ കൊണ്ടുവരുന്ന ചോറ് തീച്ചണ കാലത്ത് ഇറങ്ങിയ പാട്ടാ. തലയ്ക്കുമീതെ ശൂന്യാകാശം തായേ മരുഭൂമി. ശ്രുതി മറ്റേ പാട്ട് നിങ്ങൾക്ക് ഒരു മറുപടി കിട്ടില്ല. ഏതാണ്? ഓമന്നപ്പുഴ കടപ്പുറത്തെന്നോമനെ മാവിന്റെ കൊമ്പിലിരുന്നൊരു മൈനെ വിളിച്ച് ഞാൻ മൈനെ വിളിച്ചിട്ടൊന്ന് പോയി പണിയൊക്കെ വലിയ വലിയ ആള് കക്കൻ. എന്നിട്ട് മോക്കട്ട് അബ്ബാസിന് ലേശം കുടിച്ചുകൂടാ. ഞാൻ നിമിഷമായി ചെയ്യും. ഇപ്പൊ തന്നെ പെട്ടെന്ന് പാട്ടിട്ടില്ല. അന്റെ പേരെന്താ? എന്റെ പേര് വിളിക്കും. ഭാര്യന്റെ പേരെന്താ? സൂറ. സൂറ. എവിടുന്ന പോയിരുന്നു? ഞാൻ മെഡിക്കൽ കോളേജ്. എന്താ അസുഖം? അല്ല അവള് പ്രഗ്നന്റ് ആയി കിടക്കാണ്. സിറ്റുവേഷനായി ടിക്കറ്റ് എടുക്ക്. സിറ്റുവേഷൻ വന്നടാ പാട്ട് അതെടുക്ക്. ഞാൻ അതില്ലെങ്കിൽ വേണ്ട, പ്രശ്നമില്ല. സൂറ പിന്നെ അസൈനാര് 8ാം പാടാണോ? 8ാം പാട് പിടിച്ചോ? ശ്രുതിടാലേ നേരം വെളുത്ത ശേഷം വെള്ളം കുടിച്ചില്ല. പള്ളക്കാളമായ എന്ത് പിടിക്കണം? അല്ല എങ്ങനെയാണ്? എത്ര പാടുന്നത്? ആ ദുമ്പിൾ ഇങ്ങനെ പരിചാരിച്ചിരിക്കും. കണക്കൊക്കെ ചോദിക്കല. നിങ്ങൾ എന്താ കണ്ടാൽ ഞാൻ നിൽക്കണം പ്രശ്നം. ഞാൻ അങ്ങനത്തെ ആളെന്നല്ല. നിങ്ങൾ എത്രക്കും കാര്യമല്ല ചോദിച്ചത്. ഈ കട്ട എത്ര കട്ട ഇപ്പൊ എന്റെ അടുത്ത് ഒന്നുമില്ല. നിങ്ങൾ കട്ട ഇട്ടോളി. എന്നിട്ട് അടിക്കുമ്പോൾ ഉള്ളിക്കാന്നാ മതി. വെള്ളം അടിക്കേണ്ട വിചാരം തന്നെയുള്ളൂ ഫുൾ ടൈമില്. അതായത് ഈ ഹാർമോണിയത്തിൽ എത്ര കട്ട എത്ര നോക്ക്. ഹാർമോണിയത്തിൽ കണക്കായി കട്ടുണ്ട്, ഇഷ്ടംപോലെ കട്ടുണ്ട്. അതൊക്കെ എടുത്താണെന്ന് ഞാൻ പറയാം. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കട്ട കണക്ക് അന്ന് പ്രശ്നമില്ല. അതാ പിടിച്ചോ. അയ്യോ കരയല്ലോ. ഇപ്പൊ ശ്രുതിട്ടാ. ആ പിടിച്ചോ. അസൈനാര് പിന്നെ സൂറ 18. 1 2 3 റോക്കറ്റ് വിടാ. അസൈനാര് ഭാര്യ സൂറ 18 കൊളെ കിടക്കുന്നു. ഡങ്കടക്ക് ഡങ്ക് ഡങ്കടക്ക് ഡങ്ക് ഡങ്കടക്ക് ഡങ്ക് ഡങ്കടക്ക് ഇതെടുക്കണം. എല്ലാം കൂടെ നടക്കൂല. അതൊക്കെ നല്ല കാണണ്ടാവും. അസൈനാര് ഭാര്യ സൂറ 18 8ാം പാട്ടിൽ കിടക്കുന്നു. ഡങ്കടക്ക് ഡങ്ക ഡങ്കടക്ക് ഡങ്ക ഡങ്കടക്ക് ഡങ്ക. മരുന്നിനായി അസൈനാർ മെഡിക്കൽ ഷാപ്പിൽ കയറുന്നു. 4 തികയാത്ത കുടുങ്ങുന്നു. എല്ലാവരും അങ്ങനത്തെ. ഞാൻ അതേ സ്ഥലത്ത് ഞാൻ ആളെ പറഞ്ഞേക്കും. എന്നെ പഠിപ്പിക്കാം. എല്ലാവരും പോയിക്കോളും. അല്ല ഇതെന്താ ഈ വലിയ ഹിമാലയ പർവ്വതം? ഇതിന്ന് ഈ സമയത്ത് പിന്നെ റേഡിയോ മാങ്ങലിന്റെ പരിപാടി ഉണ്ട്. റേഡിയോ മാംഗോ. മാങ്ങലിന്റെ ഞാൻ എഴുതി പാടിയ ഞാൻ പാടുന്ന പാട്ട് എന്റെ വില മനസ്സിലാക്കി. സ്വാഗതം റേഡിയോ മാംഗോ. അടുത്ത പരിപാടി മൂക്കട്ട് അബ്ബാസിന്റെ പരിപാടി. നിലവാരം കുറഞ്ഞതിന്റെ പേരിൽ ആ പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പ്രിയ റേഡിയോ മാംഗോ സുഹൃത്തുക്കൾ, മൂക്കട്ട് അബ്ബാസിനെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തല്ലിക്കൊല്ലുകയോ ഈ നാട് കടത്തുകയോ ചെയ്യേണ്ടതാണ്. 2 ആൾ പോയത് തന്നെ 3 ആളോടും കൂടെ അടിയിട്ടുണ്ടല്ലോ. അങ്ങോട്ട് ഒറ്റ കിട്ടിയാൽ മതി.